ചെയ്യാൻ പോകുന്ന ചാലഞ്ച് ഹൂ നോസ് ദ അതർ ബെറ്റർ. ആർക്കും മറ്റൊരാളെ അറിയാം, നല്ലതായി അറിയാം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരാൾ 6 ക്വസ്റ്റ്യൻ വീതം ആക്കിക്കൊണ്ടിട്ടുണ്ട്. ടോട്ടൽ 12 ക്വസ്റ്റ്യൻ. നീ 6 ക്വസ്റ്റ്യൻ ആക്കിയില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ തിരിഞ്ഞിട്ടായിരിക്കും എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആരെയും കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് റൈറ്റിംഗ് പാഡൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അതിനൊക്കെ ഉണ്ട്. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നല്ല ക്വസ്റ്റ്യൻ പറയും. ഇങ്ങോട്ട് ഓക്കെ. ക്വസ്റ്റ്യൻ പറ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ പറയല്ലേ? ഹെവി ഫുഡാ? ഇങ്ങനെ ഹോട്ടലിലെല്ലാം പോയി കഴിക്കുന്ന ഫുഡാ? ഓക്കെ, കഴിഞ്ഞു. ഫ്രെയിമിൽ കാണിക്കണേ. ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ കാണിക്കണം. 3, 2, 1 സ്റ്റാർട്ട്. ബിരിയാണി, ചിക്കൻ ബിരിയാണി. സംഭവം എനിക്കൊരു മാർക്ക് കിട്ടി. എനിക്ക് മാർക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് മാർക്കില്ലേ? ഇനി ഇത് കട്ട് ചെയ്തു കേട്ടോ. വെറുതെ സ്ഥലങ്ങൾ എടുക്കാൻ വേണ്ടി ഇത് കട്ട് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഹാബിറ്റ്. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എഴുതണം. രണ്ടെണ്ണം എഴുതിയിട്ടുണ്ടായി. ഏതൊന്നും എഴുതിയാൽ ശരിയാ. ഞാൻ രണ്ടെണ്ണം എഴുതും. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ TV കാണുക. ഫോണേ TV കാണല. എനിക്ക് ജേണലിങ്ങനെ ഇഷ്ടമാവും. ക്യൂട്ട് സ്റ്റേഷനറി, കളക്ടിങ് ക്യൂട്ട് സ്റ്റേഷനറിയും പിന്നെ ജേണലിലും TV കാണലും പോലും. TV കാണാൻ നെക്സ്റ്റ് നന്ദക്ക് മാർക്കില്ല. ആർക്കും മാർക്കില്ല. ഹായ്, എനിക്ക് മാത്രം ഒരു മാർക്ക് കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസാ? അയ്യോ, രണ്ടെണ്ണം ഉണ്ടല്ലോ. വില കുറവില്ലതാണോ? അങ്ങനെ ഞാൻ കാണില്ല. രണ്ടെണ്ണം എഴുതുന്നുണ്ട്. അതിനേതോ ഒന്നായി കറക്റ്റ് ശരിയാണോ? അങ്ങനെ വേണോ? ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. എന്താണ് എഴുതിയത്? കറക്റ്റ് വാട്ടർ മെലൻ ഞാൻ എഴുതി. അവിടെ വില കുറവില്ലതാണോ ചോദിച്ചത്. നെക്സ്റ്റ് എൻ്റെ മൈ ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്. എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം. പോകാൻ ആഗ്രഹമുണ്ട്. 3 എഴുതിക്കോ. സിമ്പിളാ. ഞാൻ എഴുതി. 2, 1 സ്റ്റാർട്ട്. UK. നന്ദക്കൊരു മാർക്ക്. അങ്ങനെ നന്ദക്കൊരു മാർക്ക് കിട്ടി. എനിക്കൊരു മാർക്ക് ഉണ്ടായില്ല. എനിക്ക് 2 മാർക്ക്, നിനക്കൊരു മാർക്ക്. നെക്സ്റ്റ് നിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? നീ ഇനി തുറന്നിട്ടില്ലേ? തുറന്നു നോക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ. എഴുതി. 2 കളർ ഉണ്ട് കേട്ടോ. ഞാൻ ഒന്ന് എഴുതിയാ പോരെ? മതി. റെഡ്. ഞാൻ റെഡും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേടി. ഞാൻ റെഡ് എഴുതിയില്ല. എനിക്ക് മാർക്കുണ്ട്. നെക്സ്റ്റ് ഞാൻ വായിക്കണം. സിമ്പിൾ. എനിക്കറിയാം
എഴുതിക്കഴിയാണ് എന്ത് എനിക്കറിയില്ല. വെറുതെ സാറോ എൻ്റെ ഫേവറേറ്റ് സാറ് എൻ്റെ ഫേവറേറ്റ് ടീച്ചർ ഇവക്ക് എല്ലാം എനക്കും അറിയാം. ശ്രീഗൗരിനെ ആലോചിച്ചാൽ മതി കുട്ടിക്ക് സ്പെല്ലിംഗ് തെറ്റിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല 3, 2, 1 സ്റ്റാർട്ട് ജിമ്മി സാർ. അതൊക്കെ ഒരു മാർക്ക് എന്തായാലും എന്തിനാ ഞാൻ ഇവളോട് പറഞ്ഞു നന്ദയുടെ നെക്സ്റ്റ് എനിക്ക് ഈസിയായിട്ട് ഞാൻ ഈസിയായി തള്ളില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പൂ. നന്ദാന്റെ എനിക്കിപ്പോ 3 മാർക്കായാ എനിക്ക് 3 ആയില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട പൂ. എനിക്ക് ഇഷ്ടപ്പെട്ട പൂ. ഇവക്ക് ഇഷ്ടപ്പെട്ട എനിക്കും ഇഷ്ടപ്പെട്ട. ആ ഓക്കെ അതന്നെ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് ഓക്കെ 3, 2, 1 സ്റ്റാർട്ട് റോസ്. Yes, correct answer. എനിക്കൊരു മാർക്ക് എനിക്ക് 4 മാർക്കായാ നമുക്ക് 2 മാർക്ക് രണ്ട് ദിവസം കൂടി. നെക്സ്റ്റ് സിമ്പിൾ മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് എനിക്കറിയാം ഇല്ലേ നേരത്തെ എഴുതിയത്. അതിനെ. അല്ലാണ്ട് എന്നല്ലാവില്ല എനിക്കതേ ഇഷ്ടമില്ല അതറിയില്ലേ അറിയാം എന്റെ മനസ്സിൽ ഇതും ഉണ്ട്, രണ്ടെണ്ണമുണ്ട്. ഒന്നേ എഴുതിക്കോളൂ രണ്ടെണ്ണം എഴുതട്ടെ. സോഷ്യൽ അല്ലാട്ടാ രണ്ടെണ്ണം. നമുക്ക് സോഷ്യൽ അല്ല ഇഷ്ടമാണേ ഫേവറേറ്റ് തന്നെ അതല്ല അത്രയും ചെറിയ ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടാ. രണ്ടെണ്ണം Okay, 3 start. മാത്സ് ഞാൻ PT മാത്സ് എഴുതി. ഓ പീട്ടി ഉണ്ടായിരുന്നു പക്ഷെ പീട്ടി ഞാൻ അധികം ഒന്നും ഞാൻ മാത്സ് കളിക്കാറില്ല എഴുതിയിട്ടാ. ഞാൻ പീട്ടി ഒന്നും കളിക്കാറില്ല എനിക്കൊരു മാർക്കാ. നന്ദക്ക് 3 എനിക്ക് 4 ലീഡ് ചെയ്യുന്നത് ഞാൻ നന്ദയുടെ നെക്സ്റ്റ് ലാസ്റ്റാ. അല്ല നന്ദക്ക് ലാസ്റ്റാ അല്ല എനിക്ക് സെക്കൻഡ് ലാസ്റ്റ് അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ആനിമൽ. നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ആനിമൽ ആവുക. ആ അറിയാം എന്റെ പേര് ഞാൻ എഴുതി കഴിഞ്ഞു സ്റ്റാർട്ട്. ഡോഗ് നന്ദനെ കണക്കെത്തുന്നു എനിക്കങ്ങനെ വീണ്ടും ഒരു മാർക്ക് കിട്ടിയിരിക്കുന്നു നെക്സ്റ്റ് മൈ ഫേവറേറ്റ് ഫുഡാണ് മൈ ഫേവറേറ്റ് ഫുഡാണ് ഞാൻ എഴുതും ഞാനെന്തിനാ എഴുതുന്നല്ലേ ഇതിലെന്നെ ഉണ്ടല്ലോ ഇരുണ്ടാ. ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാ അതൊക്കെ ഉണ്ട്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പുള്ളിവരെ ഇഷ്ടപ്പെട്ട പെണ്ണായി. എന്നാ പേരുണ്ട്. എഴുതടാ സിമ്പിൾ ഗൗരിക്കല്ലേ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ടപ്പേ ടപ്പേന്ന് എഴുതാറ് എനിക്ക് ആ മൂന്നെണ്ണം എഴുതുന്നുണ്ട് കേട്ടാ. 2 എണ്ണം കൂടിപ്പോയ 2 എണ്ണം എഴുതിക്കൂടും അല്ലേ മാക്സിമം 2 മിനിമം 1 ഇത്രേ ഉള്ളൂ 3 എണ്ണം എഴുതിയാ ഒന്നിനും മാർക്ക് കിട്ടില്ല 3 എണ്ണം ആ, അതല്ല അതല്ല അതല്ല. കിട്ടി അന്ന് ഇതെപ്പോ പറയുന്നത്. അത് മിക്കവാറും തെറ്റായിരിക്കും വേണ്ടല്ല ഞാൻ കൂടുതലൊന്നും ഇതിനെ കുറിച്ച് പറയാറില്ല പറയാറുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചില്ല എനിക്കിഷ്ടമല്ല അതിലൊരു സാധനം എനിക്ക് ഇഷ്ടേ അല്ല പറയുള്ളൂ എനിക്കിഷ്ടമല്ല ഇപ്പൊ ഞാൻ പോയി ഞാൻ പറയും അത് വാങ്ങാൻ ഇത് വാങ്ങാൻ ഞാൻ തിന്നൂല ഞാൻ കൊറേ എഴുതിയിട്ടുണ്ട്. 2 എണ്ണം 3, 2, 1 സ്റ്റാർട്ട് ഷവർമ ഓർ ബീഫ് ബിരിയാണി ഈ ഷവർമ്മ ഞാൻ എഴുതി. എനിക്കറിയാം ഞാൻ ഇളവ് ഷവർമ അതൊന്നുമില്ല എന്ത് സാധനം എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. എന്നെ ഷവർമ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ എനക്കൊരു മാർക്ക്. നന്ദക്കും എനിക്കിപ്പോ അല്ല എനിക്ക് 5 നിനക്കും 4 അല്ലേ നാല്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നന്ദ പറയൂ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഇത് കുറച്ച് ടഫാണ്. ഞാൻ തിന്നാത്ത ഐസ്ക്രീം തിന്നലില്ലേ പിന്നെ എനിക്ക് ഇഷ്ടം? എനിക്ക് ഇഷ്ടമാണ്. ഞാൻ തിന്നിട്ടുണ്ട്. നീ തിന്നലുണ്ട്, പക്ഷെ എപ്പം പോയാൽ വാങ്ങുന്ന സാധനമല്ല. അല്ല, ഐസ്ക്രീം വാങ്ങാൻ പറഞ്ഞാൽ ഞാൻ ചില സമയം ഇത് പറയും, ചില സമയം വരെ ഞാൻ രണ്ടെണ്ണം എൻ്റെ മനസ്സിൽ ഓടിക്കുന്നു. ഞാൻ വാനിലയില്ലേ സ്ട്രോബെറി? സ്ട്രോബെറി എല്ലായിടത്തും നീ സ്ട്രോബെറി അല്ല വാങ്ങല്? എന്നാലും ഇടക്കിടക്ക് ഞാൻ വാനിലയെല്ലാം പറയും. നീ വാനില പക്ഷെ വാങ്ങിയില്ല. വാങ്ങില്ല, അച്ഛൻ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെയായാ ഏച്ചിക്ക് ഒരു മാർക്ക്, ഏച്ചിക്ക് 6 മാർക്ക്. 6 ക്വസ്റ്റ്യൻ 6 മാർക്ക്. പറഞ്ഞാലൊക്കെ ഒന്നും തെറ്റിട്ടില്ലല്ലോ. അതൊക്കെ ഒന്ന് പൊട്ടത്തില്ല. ലോക്ക് ആക്കട്ടെ. Okay, next my question. My favorite fruit. അത് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഇതിലൊന്ന് എഴുതിക്കൂടി, രണ്ടെണ്ണത്തെ ഞാൻ മാർക്ക് ചെയ്യില്ല. രണ്ടെണ്ണത്തെ ഞാൻ ഒന്നിനും മാർക്ക് ചെയ്യില്ല. ഞാൻ മാർക്ക് ചെയ്യില്ല. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് 3 ടൈം ഓഫ്. കഴിഞ്ഞ അത്ര സ്പെല്ലിംഗ് ഒന്നും ഇല്ല. ഓക്കെ, 3 2 1 സ്റ്റാർട്ട്. മാംഗോ. സ്ട്രോബെറി മാംഗോ ഞാൻ അപ്പോൾ തോന്നിയില്ലേ? എല്ലാം കഴിഞ്ഞിരിക്കുന്നു. തോറ്റവർക്ക് ഒരു അടി. കാര്യമില്ല.